മരക്കപ്പലുകൾ എന്ന് കേട്ടാൽ ബേപ്പൂരിലെ ഒരു നിർമ്മാണം ഓർമ്മ വരുന്നവരുണ്ടോ? ആധുനിക യാട്ടുകളുടെ ഈ കാലത്തും എന്തിനാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ഇപ്പോഴും കോടികൾ വിലമതിക്കുന്ന മരക്കപ്പലുകൾ ഓർഡർ ചെയ്യുന്നത്? ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്നതിലുപരിയായി ഇതിന് പിന്നിൽ വേറെയും കാര്യങ്ങളുണ്ട്. തേക്ക് പോലുള്ള മരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇവ സ്റ്റീൽ കപ്പലുകളെ പോലെ ഉപ്പുവെള്ളത്തിൽ കിടന്നാൽ തുരുമ്പിക്കില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾ കൂടുന്തോറും ഇവയുടെ കരുത്ത് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റീൽ കപ്പലുകൾക്ക് എത്ര നല്ല രീതിയിൽ മെയിൻ്റനൻസ് നൽകിയാലും തുരുമ്പും മറ്റു പ്രശ്നങ്ങളും കാരണം ഒരു 30 വർഷത്തിനപ്പുറം ലാഭകരമായി സർവീസ് നടത്താൻ കഴിയില്ല. എന്നാൽ മരക്കപ്പലുകൾക്ക് മെയിൻ്റനൻസ് എളുപ്പവും ചെലവ് കുറവുമാണ്. കുറഞ്ഞത് 50 മുതൽ 100 വർഷം വരെ ആയുസ്സും ലഭിക്കും. മറ്റൊന്ന്, കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ സ്റ്റീൽ കപ്പലുകളിൽ സമ്മർദ്ദം കാരണം ചെറിയ ക്രാക്കുകൾ വന്ന് കാലക്രമേണ വലുതാകാറുണ്ട്. എന്നാൽ മരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി സമ്മർദ്ദത്തെ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് വലിയ തിരമാലകൾ അടിച്ചാലും മരക്കപ്പലുകൾക്ക് പരിക്ക് കുറവായിരിക്കും. മരക്കപ്പൽ നിർമ്മാണത്തിൽ സ്റ്റീം ബെൻഡിങ്ങിന് വലിയ സ്ഥാനമുണ്ട്. നീരാവിയിൽ വാട്ടിയെടുക്കുമ്പോൾ മരത്തിന്റെ നാരുകളെ ഒട്ടിച്ചു നിർത്തുന്ന ലിഗ്നൻ എന്ന പ്രകൃതിദത്ത പശ മൃദുവാവുകയും തടിമരം പൊട്ടാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വളച്ചെടുക്കാനും സാധിക്കും. പിന്നീട് തണുത്തു കഴിയുമ്പോൾ മരം അതേ ആകൃതിയിൽ ലോക്കാകും. ഇത്തരത്തിൽ ഓരോ ഭാഗവും സമയമെടുത്ത് സൂക്ഷ്മമായി നിർമ്മിച്ചെടുക്കുന്ന മരക്കപ്പലുകൾ നൂറ്റാണ്ടുകളുടെ ഈടും പ്രൗഢിയും തരുന്നതിനൊപ്പം പരിപാലിക്കാൻ എളുപ്പവുമാണ്. ഫാക്ടറികൾ മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന സ്റ്റീൽ നൗകകളെ BMW-മായോ ബെൻസുമായോ താരതമ്യം ചെയ്യാം. എന്നാൽ കസ്റ്റം ഡിസൈനിൽ ഹാൻഡ്മെയ്ഡായി നിർമ്മിക്കപ്പെടുന്ന ഉരുവിനുള്ള താരതമ്യം റോൾസ് റോയ്സുമായാണ്. ഈ ഒരു വരിയിലുണ്ട് മുകളിലെ ചോദ്യത്തിനുള്ള ഉത്തരം.